നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൗതം, വാ മുറിയിലേക്ക് പോകാം. ഞാൻ ചോദിച്ചതിന് ഒരു കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞില്ലല്ലോ. എന്ത് മറുപടിയാണ് നിനക്ക് വേണ്ടത്? മനസ്സിലായില്ല. ഈ ഗവൺമെന്റ് ഓഫീസിലെ ഒരേ കാര്യത്തിന് പല ദിവസങ്ങളിലായിട്ട് വരുന്ന ആളുകളോട് കാര്യങ്ങൾ തുടക്കം മുതൽ ഒന്നുകൂടെ പറ എന്ന അഹങ്കാരം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവം എന്നോട് കാണിക്കരുത്. ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന കാര്യം സാറിന്റെ അടുത്ത് ഉണർത്തിച്ചായിരുന്നു. അതിന് തീരുമാനം എന്തായെന്നാണ് ചോദിച്ചത്. എന്താ പ്രണവേ ഇത്? നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയാനല്ലേ അന്ന് ഗൗതം നിന്റെ മുറിയിലേക്ക് വന്നത്? നീ ബിസിനസ് തുടങ്ങിക്കോ, അതിലൊരു എതിർപ്പുമില്ല. ഏട്ടനും അനിയനും തമ്മിൽ സംസാരിക്കുന്നതിനിടയിലേ നീ തലയിടുന്ന എന്തിനാ? വായടച്ചവിടെ മിണ്ടാതെ നിന്നേ. ഇത് അനിയനും ഏട്ടത്തിയമ്മയും തമ്മിലുള്ള വിഷയമാണെന്നേ വേണമെങ്കിൽ അങ്ങ് കരുതിക്കോ. അതിനിടയിലേക്ക് തലയിടാൻ നിങ്ങൾ വരണ്ട. നോക്ക് പ്രണവേ, നിനക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. അത് വിജയിപ്പിക്കുകയും വേണം. നീ വിജയിച്ച് കാണുന്നത് തന്നെയാ ഞങ്ങളുടെ സന്തോഷം. വാക്കുകളിൽ തേരും പാലൊക്കെ ഒഴുകുന്നുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ അത് കാണുന്നില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? ബിസിനസ് തുടങ്ങാൻ പണം വേണം, അതല്ലേ? അത് തരാമെന്ന് പറഞ്ഞല്ലോ. എന്താ നീ പ്ലാൻ ചെയ്യുന്നതെന്ന് പറ. എന്ത് ബിസിനസ് ആണ് നിന്റെ മനസ്സിലെന്നും അതിന് ബഡ്ജറ്റ് എത്ര രൂപയാവുമെന്നും പറഞ്ഞാൽ ഞാൻ ആ എമൗണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നിർത്ത്. എനിക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത് എന്താണെന്നും എങ്ങനെയാണെന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാന്നുള്ളത് മാത്രമാണ് എന്റെ ആവശ്യം. അത് എന്താണെന്നും എങ്ങനെയാണെന്നും ആരോടും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളോട്. നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഗൗതം നിന്റെ ചേട്ടനാ, ബിസിനസ് ചെയ്ത് പരിചയമുള്ളവനാ. നോക്കമ്മേ, ആ കാലമൊക്കെ കാട് കയറി കഴിഞ്ഞു. ഇനി പഴയ ബന്ധങ്ങളുടെ ആഴവും പരപ്പും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വരുതി കിർത്താൻ നോക്കണ്ട. പ്രണവേ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഗൗതം ഇതൊക്കെ ചോദിക്കുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വളവളാൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങുന്നതിന് ഒരു എതിർപ്പുമില്ല എന്ന് പറയും, എന്നിട്ട് ഇതുപോലുള്ള ചീപ്പ് നാടകങ്ങൾ കളിക്കും. ആര് നാടകം കളിച്ചു എന്നാ നീ പറയുന്നത്? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ട് നിന്നോട് ഞാൻ അതിന് ക്ഷമയും പറഞ്ഞില്ലേ? ഇനിയിപ്പോ അത് പോരാന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഞാൻ ചെയ്ത ആ തെറ്റിന് നിനക്ക് പകരം ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? അത് ഞാൻ ചെയ്തു തരാം. ചെയ്തു തരുമോ? എങ്കില് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഏത് ഓഫീസിൽ വെച്ച് ഏത് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചാണോ നിങ്ങൾ എന്നെ അപമാനിച്ചത്, അതേ സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലുന്നു. എന്നിട്ട് അവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പറയണം, ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും എന്നേക്കുമായിട്ട് നിങ്ങൾ പടിയിറങ്ങുവാണ്. അവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു കാര്യം കൂടെ നിങ്ങൾ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് പറയണം. ഇനി മുതൽ ഈ കമ്പനിയുടെ മുതലാളി ഈ നിൽക്കുന്ന പ്രണവ് ഗോപിനാഥ് ആയിരിക്കുമെന്ന്. എന്തോന്നാണ് നീ പറയുന്നത്? ആന്റി എന്ത് വേണമെങ്കിലും ചെയ്തോളാന്ന് ഗൗതം പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ ആന്റി അതിന്റെ ഇടയ്ക്ക് ഒരു തടസ്സം ഉണ്ടാക്കുന്നത്? നീ ഒന്ന് നിർത്ത ശിവാനി. പ്രണവേ, കൊച്ചു കുട്ടികളെ പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പിടിവാശി കാണിക്കരുത്. ഇതെന്റെ വാശി തന്നെയാ. എന്ത് പറയുന്നു മിസ്റ്റർ ഗൗതം? സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ക്ഷമ ചോദിച്ച് അവിടുന്ന് ഇറങ്ങാൻ തയ്യാറാണോ നിങ്ങള്? ചോദിച്ചത് കേട്ടില്ലേ? തയ്യാറാണോന്ന്?
നിന്റെ സ്നേഹത്തിനും ഈ കുടുംബത്തിന്റെ ഐക്യത്തിനും അപ്പുറം എനിക്ക് സ്വത്തും പണവും ബിസിനസ്സും എല്ലാം വെറും മണൽത്തരികൾക്ക് തുല്യ. ആ വിലയെ ഞാൻ കൽപ്പിക്കുന്നുള്ളൂ. നമ്മുടെ കമ്പനിയുടെ എല്ലാ രേഖകളും ഇതിനകത്തുണ്ട്. ലോക്കറിന്റെ ചാവിയുണ്ട്. ഒന്നും എനിക്ക് വേണ്ട, നീ തന്നെ വെച്ചോ. മോനെ ഗൗതം, സമയം നീ പറഞ്ഞാൽ മതി. ആ സമയം ഞാൻ ഓഫീസിൽ വരാം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്ഷമ ചോദിക്കുകയും ചെയ്യാം. എന്താ പോരെ? പ്രവേ, ദേ എന്തേ നോക്കിക്കണേ? ഗൗതം എല്ലാ ഡോക്യുമെന്റ്സും ജാമ്യം കൊണ്ട് തന്നില്ലേ?